യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹത്താൽ ഓരോ ദിവസവും ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ആ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. ദൈവം സമൃദ്ധമായി നമ്മളെ സഹായിക്കട്ടെ, സമൃദ്ധമായി നമ്മളെ നടത്തട്ടെ. ഇന്നീ വചനം ഇപ്പോൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പരിചയപ്പെടുത്തുകയാണ്. കർത്താവേ, ഇന്ന് അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഇന്ന് എനിക്കെല്ലാ കാര്യവും ഭംഗിയായി ചെയ്യാൻ വേണ്ട ധൈര്യവും ശക്തിയും കൃപാവരവും എനിക്കിന്ന് നൽകി, വചനം കേൾക്കുന്ന ഈ സമയത്ത് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പലരെയും കണ്ടുമുട്ടും, പല തീരുമാനങ്ങൾ, ഇടപാടുകൾ എല്ലാം എനിക്ക് ഓരോ ദിവസവും ഉണ്ട്. അപ്പം ഇന്നൊരു നിമിഷം പ്രാർത്ഥിച്ച് ഇന്ന് എനിക്കെല്ലാ കാര്യവും ഭംഗിയായി ചെയ്യാൻ വേണ്ട, എല്ലാ കാര്യവും വിവേകത്തോടെ ചെയ്യാൻ വേണ്ട ശക്തിയും ബലവും കഴിവും ആരോഗ്യവും ആയുസ്സും വിവേകവും കൃപാവരങ്ങളും എല്ലാം നൽകി ഇന്നത്തെ പ്രാർത്ഥനയിൽ കേൾക്കുന്ന വചനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കണമേ. അതൊരു മനസ്സിൽ കിട്ടിയ ഒരു പ്രാർത്ഥനയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. കാരണം വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് കുറേ കൂടി ഇഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായി മാറുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മേൽ, വ്യക്തി ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കടാക്ഷമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇന്ന് ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവാനുഗ്രഹം വേണ്ടത്, ദൈവ സാന്നിധ്യം വേണ്ടത്, ദൈവത്തിൻ്റെ ആ കരം വെളിപ്പെടേണ്ടത്, അവിടെ എല്ലാം വെളിപ്പെടണമേ. ഒത്തിരി സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനത്തെ ശ്രദ്ധിക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യമാണ്. ഇതിനു മുമ്പ് ഈ വചനം വായിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ കൂടി ഈ വചനം ഒന്ന് കേൾക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല, അത് കെട്ടുപോയിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ സാമുവേലിനെ കർത്താവ് വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കലേക്കോടി, അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. സാമുവേലിനെ ദൈവം വിളിക്കുകയാണ്, ദൈവം വിളിക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വിളി വരമായി ലഭിച്ചതുകൊണ്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു വിളി വരമായി ലഭിച്ചതുകൊണ്ടാണ് ഈ വചനം നിങ്ങളിന്ന് കേൾക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് മുഴങ്ങുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിത് കേൾക്കുന്നത്. എൻ്റെ ഒരു സാധാരണ സംശയമാണ്, സാമുവേൽ സാമുവേൽ എന്ന് ദൈവം വിളിച്ചപ്പോൾ ഏതു ശബ്ദത്തിലാണ് ദൈവം വിളിച്ചേ? ഏലിയുടെ ശബ്ദത്തിലാണ് വിളിച്ചത്. ഏലിയുടെ ശബ്ദം പോലെയാണ് സാമുവേലിനത് തോന്നിയത്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരിലൂടെയും
പ്രിയപ്പെട്ടവരിലൂടെയുമായിരിക്കും. അതുകൊണ്ടാണ് സാമുവേൽ കൃത്യമായി എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് തന്നെ ചെന്ന് എന്തിനാണ് ഗുരു എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചത്. അപ്പോൾ സാമുവേലിന് തോന്നിയത് ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ശബ്ദം പോലെയാണ്. ഇന്നും അങ്ങനെയാണ് ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ സംസാരിക്കുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവരിലൂടെ, നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരിലൂടെയാണ് ദൈവം ഇന്നും സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. ചില പ്രിയപ്പെട്ടവരിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. പിന്നെ നീ ആരാ എന്നെ ഉപദേശിക്കാൻ? നീയാണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? നമ്മളങ്ങനെ ചിലപ്പം അതിനെ ചെറുതായി കാണും. നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? നിനക്കെന്നാ യോഗ്യത ഉണ്ടായിട്ടാ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? ചില സമയത്ത് നമ്മുടെ അടുത്തു നിൽക്കുന്ന, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തിയിലൂടെയായിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അതൊന്ന് പറയാനാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഒരപ്പനോ അമ്മയെന്ന നിലയിൽ ഭർത്താവിനോട് ദൈവം സംസാരിക്കുന്നത് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന അയാളുടെ ഭാര്യയിലൂടെ ആയിരിക്കാം. ഭാര്യയോട് ദൈവം സംസാരിക്കുന്നത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഭർത്താവിലൂടെ ആയിരിക്കാം. മക്കളോട് ദൈവം സംസാരിക്കുന്നത് അവർക്കേറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് എപ്പോഴും ഉപദേശമാ, എപ്പോഴും എന്നോട് പറച്ചില്ല. അല്ല, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ചിലർ നമ്മളോട് പറയില്ലേ, നീ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനെ ചെയ്താൽ അത് മണ്ടത്തരമാകും കേട്ടോ, പിന്നെ നീ നിൻ്റെ പണി നോക്ക് എന്ന് നമ്മൾ പറയും. ദൈവം ആ വ്യക്തിയിലൂടെ സംസാരിച്ചതാണെങ്കിലോ, നിങ്ങളും ചില കാര്യങ്ങൾ, ആരെങ്കിലുമൊക്കെ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കണം, അത് ദൈവത്തിൻ്റെ സ്വരമാണോ, ദൈവം എന്നോട് സംസാരിച്ചതാണോ? അത് വേണ്ട. പിന്നെ അത് വേണ്ടെന്ന് പറയാൻ അയാളാരാ, ഇദ്ദേഹം ആരാ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അദ്ദേഹം വന്നത് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്ഥലം വിൽക്കുന്ന ഒരു തീരുമാനവും ഒക്കെ ആയിട്ടാണ്. പക്ഷേ അദ്ദേഹത്തോട് അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ആ സ്ഥലം വിൽക്കണ്ട, അത് അത്ര നല്ലതായിരിക്കില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ കുറേ നാളുകൾക്ക് അദ്ദേഹം ഇവിടുന്ന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതിന് പുള്ളി ആരാ പറയാൻ, പുള്ളിക്ക് അങ്ങ് പറഞ്ഞാൽ മതി, ഇത്രയും വിലയൊന്നും ഇനി പിന്നീട് കിട്ടത്തില്ല, നീ അത് മുന്നോട്ട് നീങ്ങ്, പുള്ളി പറയുന്നത് ശരിയല്ല എന്ന് എന്നെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അതറിയത്തുമില്ല. പക്ഷെ അദ്ദേഹം സ്ഥലമൊക്കെ വിറ്റു. കുറേ നാളുകൾക്ക് ശേഷം അവിടെ ഒരു വലിയ സംവിധാനം വന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ റേറ്റ് കൂടി. ഇപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോഴും പറഞ്ഞു, അന്ന് എടുത്തിയാടി ആ സ്ഥലം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ 4 ഇരട്ടി വിലയ്ക്ക് വിൽക്കായിരുന്നു. അന്ന് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി, ഇച്ചിരി വേഗത കൂടിപ്പോയി, ഇച്ചിരി മണ്ടത്തരമായി പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചെല്ലുന്ന ഒരാളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് പറയും, ആ കൂട്ടുകെട്ട് വേണ്ട കേട്ടോ, ആ ബന്ധം നല്ലതാകട്ടോ, ആ സ്ഥലം വിറ്റോ കേട്ടോ, ആ സ്ഥലം വിൽക്കണ്ട, ആ വീട് വേഗത്തിൽ പണിയണം കേട്ടോ, ആ വീട് പണിയണ്ട, അതങ്ങ് വിൽക്ക്. ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ചിലപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളതായി തോന്നും, ചിലപ്പോൾ നമുക്കത് വലിയ കാര്യമല്ലാത്തതായിട്ട് തോന്നും. നിങ്ങളത് കേൾക്കുമ്പോൾ ആലോചിക്കുക, ഇത് ദൈവത്തിൻ്റെ സ്വരമാണോ, ദൈവം എന്നോട് സംസാരിച്ചതാണോ എന്ന് നിങ്ങളും ചിന്തിക്കണം. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഞാൻ ദൈവമാണ് എന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. ഇവിടെ സാമുവേലിനെ ദൈവം വിളിച്ചത് സാമുവേലിൻ്റെ ഏറ്റവും അടുത്തുള്ള ഏലിയുടെ ശബ്ദത്തിലാണ്. അതുകൊണ്ടാണ് സാമുവേൽ ഓടി ഏലിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നത്, ഗുരോ അങ്ങനെ വിളിച്ചോ, അങ്ങനെ വിളിച്ചോ, അങ്ങനെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നോളാൻ പറഞ്ഞു.
ഏലിയുടെ ശബ്ദത്തിൽ ദൈവം സംസാരിച്ചു, ദൈവം വിളിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയണമേ, ഞങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയണമേ, അതിൻ്റെ അർത്ഥം അറിയാൻ ഇടയാകണമേ, ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടാകാൻ ഇടയാകണമേ. ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ ചില മനുഷ്യരിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ സ്നേഹം ചില മനുഷ്യരിലൂടെ, ചില പ്രിയപ്പെട്ടവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് 3-ാം തീയതിയാണ്. ഇന്ന് വൈകുന്നേരം, എല്ലാവരും ശ്രദ്ധിക്കുമോ, ഇന്ന് വൈകുന്നേരം മുതൽ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് പറയുന്നത്, പിള്ളേരുടെ പരീക്ഷയാണ് 5-ാം തീയതി മുതൽ ഈ മാസം കഴിയുന്നത് വരെ, മാർച്ച് മാസത്തിൽ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സോജനച്ഛൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. അച്ഛൻ ഒരു നേരത്തെ ഭക്ഷണമെല്ലാം ഒഴിവാക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ഈ ഉപവാസകാലത്ത് ചെയ്യുന്നത്. പിള്ളേരുടെ പരീക്ഷ തുടങ്ങുന്നത് 5-ാം തീയതിയാണ്. 4-ാം തീയതി വൈകുന്നേരം മുതൽ ഈ മാസം കഴിയുന്നത് വരെ അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിൽ ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റുള്ളൊരു പ്രാർത്ഥന, 7 ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക്. അത് കുട്ടികളുടെ പരീക്ഷ ടൈം ടേബിളൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെയും വെച്ച് പ്രാർത്ഥിച്ച് അതിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനോടുള്ളൊരു പ്രാർത്ഥനയും വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിലുള്ള നൊവേനയിലെ ആ ചെറിയ പ്രാർത്ഥനയും മാത്രം ചൊല്ലും. കൂടിപ്പോയാൽ 5 മിനിറ്റ് അല്ലെ 7 മിനിറ്റ് അല്ല 8 മിനിറ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചോ. ഈ ഒരു കാര്യവും ഒരറിയിപ്പായിട്ട് പറയുവാണ്. ഇന്ന് 3-ാം തീയതിയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഒരുക്ക പ്രാർത്ഥന നടക്കും. 4-ാം തീയതി, അതായത് 5-ാം തീയതിയിലെ പരീക്ഷയ്ക്ക് ഒരുക്കമായുള്ള പ്രാർത്ഥന 4-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു 5 മിനിറ്റ്, ഒത്തിരി സമയമൊന്നുമില്ല, ഒന്ന് പ്രാർത്ഥിച്ച് പഠിച്ചോ. നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പഠിച്ചോ നന്നായിട്ട്. പ്രാർത്ഥനയിൽ കിട്ടുന്നൊരു അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിജയമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഈ പ്രിയപ്പെട്ട വചനം കേട്ട ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടൽ ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു സഹായം ഇവർക്ക് ലഭിക്കണമേ. ഇന്ന് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യാനുള്ള കഴിവും ശക്തിയും ബലവും കൃപയും ദാനവും വിവേകവും നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ, ദുർമരണത്തിൽ നിന്ന്, മൂപ്പെത്താത്ത മരണത്തിൽ നിന്ന്, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും നിനക്ക് വരില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥം നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ, വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമുള്ള ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ചായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യവും അവസരവും തരട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.